നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമുള്ള വീഡിയോകളാണ് തയ്യാറാക്കുന്നത്. വളരെ വിശദമായിട്ട് ഓരോരോ വിഷയം പ്രത്യേകം എടുത്ത് പരിശോധിച്ച് വീഡിയോകൾ ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഒരു വർഷത്തേക്കുള്ള ഒരു ജ്യോതിഷപരമായിട്ടുള്ള പ്ലാനിങ് ഇതിലൂടെ നടക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇന്ന് പറയുന്ന ചിങ്ങക്കൂറുകാരുടെ പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ കേതു ഉണ്ട്. രണ്ടാം ഭാവത്തിലെ കേതു അഷ്ടമത്തിൽ രാഹുവാണ്. മെയ് മാസത്തിന് ശേഷം കേതു ജന്മരാശിയിലേക്കും രാഹു 7ാം ഭാവത്തിലേക്കും എത്തുന്നുണ്ട്. അതോടുകൂടി സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ മാറിയേക്കാം. എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിലും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ്. ശനി മാർച്ച് മാസം വരെ 7ാം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് നിൽക്കുന്നതാണ്. അതിനുശേഷം അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ ശനിയുടെ പ്രഭാവം കുറയുന്നില്ല. എന്നാൽ മെയ് 15-ന് ശേഷം വ്യാഴം 11ലേക്ക് എത്തുന്നത് ചിങ്ങക്കൂറുകാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. 11-ൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങക്കൂറുകാരുടെ 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് അല്പം ഒരു ആശ്വാസകരമാണ്. വർഷാദ്യത്തിൽ വ്യാഴം 2ാം ഭാവത്തിലേക്ക് നോക്കുന്നുമുണ്ട്. അതും ഹേതുവിന്റെ ദുസ്ഥിതിയെ പ്രതിരോധിക്കുന്നതാണ്. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നാണ്. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പുതുവർഷം ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. അതിനുശേഷം ഓരോരോ കാര്യങ്ങളായിട്ട് പരിശോധിച്ച് വിലയിരുത്താം. 2025 ചിങ്ങക്കൂറുകാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ദുർബലമായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ടതാണ്. ആരോഗ്യത്തെ നിസ്സാരമായി കാണാതിരിക്കുക. 7ാം ഭാവത്തിൽ വർഷാദ്യം നിൽക്കുന്ന ശനി ആരോഗ്യപരമായി ശരീരത്തെ ക്ഷീണിപ്പിച്ചേക്കാം. സന്ധികളിലോ ശരീരത്തിലോ ചില വേദനകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. 8ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ രാശിമാറ്റവും ചിങ്ങക്കൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമല്ല. മെയ് മാസത്തിന് ശേഷം രാഹു 7ാം ഭാവത്തിലേക്ക് എത്തുന്നതും അഷ്ടമത്തിൽ നിന്നുള്ള മാറ്റത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. ഗ്യാസ്, ദഹനക്കേട് എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ആരോഗ്യകാര്യങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ പുതുവർഷത്തിലെ സാമ്പത്തിക സ്ഥിതി ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറുകാർക്ക് 2ാം ഭാവം ബുധന്റെ രാശിയായിട്ടുള്ള കന്നിരാശിയാണ്. വർഷാദ്യത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി 2ാം ഭാവത്തിലേക്കുണ്ട്. കേതുവിന്റെ സ്ഥിതി മൂലമുള്ള സാമ്പത്തിക തടസ്സത്തെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഒരു പരിധി വരെയൊക്കെ താങ്ങി നിർത്തുന്നതാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷത്തിൽ സാമ്പത്തികപരമായിട്ട് ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ വർഷം മുഴുവൻ പൊതുവായിട്ട് നോക്കുമ്പോൾ മാന്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി പറയേണ്ടത് തന്നെയാണ്. കേതുവിന്റെ 2ലെ സ്ഥിതി വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ മുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മെയ് പകുതിക്ക് ശേഷം വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ വരുമാനത്തിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടാകുന്നതാണ്. അത് സാമ്പത്തിക സ്ഥിതിയെ ഒട്ടൊന്ന് സഹായിക്കുന്നതാണ്. എന്നിരുന്നാലും രാഹുകേതുക്കളുടെയൊക്കെ സ്ഥിതി മൂലം ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. അനാവശ്യ ചെലവുകളെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ സാമ്പത്തികം മിച്ചം പിടിക്കാനായിട്ട് മെയ് പകുതിക്ക് ശേഷം സാധിക്കുന്നതാണ്. പൊതുവെ സാമ്പത്തികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പുതുവർഷത്തിൽ അനുകൂല ഫലങ്ങളെ ലഭിക്കും. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ കാര്യങ്ങൾ പുതുവർഷത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറുകാർക്ക് 10ാം ഭാവാധിപൻ ശുക്രനാണ്. തൊഴിൽ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് 2025 എന്ന പുതുവർഷം ഗുണദോഷ സമ്മിശ്രമാണ്. ചില ചെറിയ തിരിച്ചടികളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ലക്ഷ്യം നിർവഹിക്കുന്നതിൽ ഉറച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ചിങ്ങക്കൂറുകാർക്ക് തുടർന്ന് വന്നിരുന്ന കഠിനാധ്വാനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പൊതുവെ തൊഴിൽ സുരക്ഷിതമാകും എന്ന് തന്നെ പറയാം. വ്യാഴത്തിന്റെ 11ലേക്കുള്ള സംക്രമണം മെയ് 15-ാം തീയതി നടക്കുന്നതോടുകൂടി കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കും. തൊഴിലിൽ ചില വെല്ലുവിളികളൊക്കെ ഉയർന്നേക്കാം. എന്നിരുന്നാലും മൊത്തത്തിൽ പുതുവർഷം 2025 തൊഴിൽപരമായി ചിങ്ങക്കൂറുകാർക്ക് ഗംഭീര വർഷമാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ചിങ്ങക്കൂറുകാരുടെ പുതുവർഷത്തെ ഫലം ഒന്ന് നോക്കാം. ബിസിനസ്സുകാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പുതുവർഷമായിരിക്കും. വർഷം മുഴുവനും ജാഗ്രതയോടുകൂടിയും ബോധവാന്മാരായിട്ടും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ
മികച്ച ഫലങ്ങൾ അത് ലഭിക്കുന്നതിന് സഹായിക്കും. നിക്ഷേപങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. വ്യാഴത്തിന്റെ 11ലെ സ്ഥിതി ലാഭങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം. എന്നിരുന്നാലും അതൊക്കെ ചെലവാക്കുന്നതും വിനിയോഗിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. ചെലവേറിയ പരീക്ഷണങ്ങൾ പുതുവർഷത്തിന്റെ ആദ്യ ഭാഗത്ത് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പുതുവർഷ ഫലം ഒന്ന് നോക്കാം. 2ാം ഭാവം ബുധന്റെ തന്നെ രാശിയാണ്. വർഷാരംഭത്തിൽ 2ാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് അത് ഗുണം ചെയ്യും. മെയ് 15 മുമ്പ് തന്നെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് തെളിഞ്ഞു വരും. ഏപ്രിൽ മാസത്തോടുകൂടി ശനി 2ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു മടിയും അലസതയും ഒക്കെ നേരിട്ടേക്കാം. എന്നിരുന്നാലും ചിങ്ങക്കൂറുകാർക്ക് വിവിധ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ട്. വ്യാഴത്തിന്റെ ആനുകൂല്യം മൂലം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും ഒക്കെ അത് ഗുണം ചെയ്യുന്നതാണ്. അക്കാദമിക് നേട്ടങ്ങളൊക്കെ ഉയരുന്ന വർഷമാണ്. 2005 വർഷം മുഴുവൻ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെ നമുക്ക് നിശ്ചയിക്കാം. ഇനി ചിങ്ങക്കൂറുകാരുടെ പുതുവർഷത്തിലെ വിവാഹത്തിന്റെ ഫലം ഒന്ന് നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് 7ാം ഭാവാധിപൻ ശനിയാണ്. കുംഭം രാശിയാണ് ചിങ്ങക്കൂറിന്റെ 7ാം ഭാവം. ശനി വർഷാരംഭത്തിൽ, അതായത് മാർച്ച് മാസം വരെ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വിവാഹമൊക്കെ തടസ്സം നേരിട്ടിരിക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ രാശിമാറ്റം വിവാഹത്തിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. മെയ് 15 ശേഷം വ്യാഴം രാശി മാറി 11ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ വ്യാഴത്തിന് ദൃഷ്ടി 7ാം ഭാവത്തിലേക്ക് കൂടി വരികയാണ്. ആ സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള നല്ല വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നതാണ്. വിവാഹം തന്നെ നടക്കാനുള്ള സാഹചര്യമുണ്ട്. ചിങ്ങക്കൂറുകാരുടെ പുതുവർഷത്തിലെ പ്രണയ കാര്യങ്ങളെ കൂടി പരിശോധിക്കാം. 5ാം ഭാവം വ്യാഴത്തിന്റെ തന്നെ രാശിയാണ്. വ്യാഴം വർഷാദ്യത്തിൽ ഭാവത്തിന്റെ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രണയങ്ങൾ ഉണ്ടായിരുന്ന് അതൊക്കെ കലഹത്തിൽ എത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് മെയ് മാസത്തിൽ മെയ് 15 വ്യാഴത്തിന്റെ രാശി മാറ്റത്തിലൂടെ അതൊക്കെ മാറി വീണ്ടും ഒന്നിക്കാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. 5-7 ഭാവങ്ങളിലേക്ക് വ്യാഴം മെയ് 15 ശേഷം രാശി മാറി ദൃഷ്ടി ചെയ്യുക മൂലം പ്രണയകാര്യങ്ങൾക്ക് കൂടുതൽ അനുകൂലമാവുകയും അത് വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കുടുംബപരമായിട്ടുള്ള പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. കുടുംബാംഗങ്ങളുമായിട്ട് വർഷാദ്യത്തിൽ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം അനുകൂല ഫലങ്ങളെ പറയേണ്ടിയിരിക്കുന്നു. കേതു 2-ലുണ്ട് എങ്കിൽ പോലും ബുധന്റെ ആനുകൂല്യവും വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഒക്കെ കുടുംബാംഗങ്ങളുമായിട്ട് അസ്വാരസ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാക്കിയേക്കാമെങ്കിലും അതൊക്കെ ആത്യന്തികമായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നതാണ്. വ്യാഴം മെയ് 15 ശേഷം രാശി മാറുമ്പോൾ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ അത് പരിഹരിച്ച് പെട്ടെന്ന് ഒത്തുതീർപ്പിലും നല്ല മികച്ച ബന്ധങ്ങൾ വളർത്തുന്നതിനും ഒക്കെ സഹായിക്കും. ഗാർഹിക ജീവിതത്തിൽ പുതുവർഷത്തിൽ ചിങ്ങക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിന് 4ാം ഭാവം എന്നത് ബന്ധു ഗ്രഹമായിട്ടുള്ള ചൊവ്വയുടെ രാശിയാണ്. വർഷാരംഭത്തിൽ ചൊവ്വ 12ാം ഭാവത്തിലാണ്. എന്നിരുന്നാലും അത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം രാശി മാറി ജന്മരാശിയിലേക്ക് എത്തുമ്പോൾ 4ാം ഭാവത്തിലേക്ക് ഭാവാധിപന്റെ തന്നെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ്. ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചൊവ്വ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന സമയം, അതായത് വർഷാരംഭത്തിൽ വളരെ നല്ല അനുകൂല ഫലങ്ങളെ നൽകും. ആ സമയത്ത് വാഹനം വാങ്ങാനും സാധ്യതയാണ്. അനുകൂല സമയമാണ്. കാരണം വ്യാഴം മെയ് 15 വരെ 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ചൊവ്വയുടെ അനുകൂല സ്ഥിതിയും കൂടെ വരുമ്പോൾ വാഹനം, വീട്, വസ്തു എന്നിവയൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഭൂമി വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർ കൈവിട്ട കളിക്ക് മുതിരാതിരിക്കുക എന്ന് മാത്രം. വാഹനം വാങ്ങുന്നവർ ഗുണനിലവാരവും പേപ്പർ വർക്കുകളും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് മാത്രം ചെയ്യുക. വാഹനത്തിനും വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും പുതിയ വീട് പണി ചെയ്യുന്നതിനും ഒക്കെ വളരെ അനുകൂല സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പൊതുവെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പൊതുവായിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് ഉത്തരം കണ്ടെത്തി നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷം ശരാശരി ആണോ അതോ അതിൽ താഴെയാണോ ഉയർച്ച ഉണ്ടാകുമോ എന്നൊക്കെയാണ് സാധാരണ എല്ലാവർക്കും അറിയേണ്ടത്. ഒരു കാര്യം ഉറപ്പായി പറയാം, ശരാശരിയിൽ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലേക്കാട്ടിലൊക്കെ ചിങ്ങക്കൂറുകാർക്ക് 2025 വളരെ ഗംഭീരമായിരിക്കും. ചിങ്ങക്കൂറുകാർക്ക് ശനിയുടെ ദോഷഫലങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയം എപ്പോഴാണെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ശനി ചിങ്ങക്കൂറുകാർക്ക് വർഷാദ്യത്തിൽ 7ാം ഭാവത്തിലാണ്. കണ്ടകശനിയാണ്. അതിനുശേഷം അഷ്ടമശനിയാണ്. അതിനുശേഷം 9ലെ ശനിയും അത്ര നല്ലതല്ല. അതിനുശേഷം വീണ്ടും കണ്ടകശനി എത്തുകയാണ് 10ാം ഭാവത്തിൽ. ഇതൊക്കെ വിവിധ ഫലങ്ങളാണ്, പല പ്രകാരത്തിലുള്ള ഫലങ്ങളെയാണ് ചെയ്യുന്നത്.
എന്നിരുന്നാലും ഇതൊന്നും അത്ര അനുകൂലമല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ശനി വളരെ കുറച്ച് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഗുണഫലങ്ങൾ തരിക. ആ ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റു കാര്യങ്ങൾക്ക് ശനിയുടെ ഏത് രാശിയിലെ സ്ഥിതിയും അനുകൂലമാണ് എന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷഫലങ്ങളെ കാര്യമാക്കാതിരിക്കുക. കണ്ടകശനിയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ ശനിപ്രീതിയിലൂടെ മാറ്റിയെടുത്ത് അത് നേട്ടങ്ങളിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഉദാഹരണത്തിന് 10ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ തൊഴിലിന് മന്ദതയും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് മന്ദതയൊക്കെ മാറ്റി അലസതയൊക്കെ മാറ്റി കർമ്മരംഗത്ത് മുഴുകുമ്പോൾ കൂടുതൽ നേട്ടങ്ങളും ലഭിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാർ 2025 ഏത് ദേവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സൂര്യദേവനെ തന്നെയാണ് 2025 ആരാധിക്കേണ്ടത്. വ്യാഴാഴ്ചയും ഞായറാഴ്ച ദിവസങ്ങളിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ദാനധർമാദികൾ ചിങ്ങക്കൂറുകാർ ചെയ്യുക. എല്ലായ്പ്പോഴും 2025 കുങ്കുമം കൊണ്ട് തിലകം നെറ്റിയിൽ അണിയുവാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഊർജ്ജസ്വലത നൽകുന്നതാണ്, ഭാഗ്യത്തെ നൽകുന്നതാണ്. വെള്ളി ആഭരണമോ ചതുരത്തിലുള്ള വെള്ളി കഷ്ണമോ എല്ലായ്പ്പോഴും ചിങ്ങക്കൂറുകാർ പുതുവർഷത്തിൽ 2025 കൂടെ കരുതുക. അത് നേട്ടങ്ങൾ നൽകും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷം എങ്ങനെയുണ്ടായിരിക്കുമെന്ന് വളരെ വിശദമായി നാം പരിശോധിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കന്നിക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.